ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിന്റെ നടുക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ലോകം, ഈ പല രാജ്യങ്ങളുടെ നടുക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു രാജ്യം അല്ലെ. അതാണ് ദൈവം ഇസ്രയേൽ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്കറിയാം ലോകം അതിൻ്റെതായിട്ടുള്ള സിസ്റ്റം അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവമില്ല, ദൈവത്തിനെതിരായിട്ടെല്ലാം നടക്കുകയും ചെയ്യുന്നു. ബാബിലോണിൽ വെച്ച് നടന്ന കാര്യം അത്. ബാബേൽ ടവറിൽ അല്ലെ, ബാബേൽ ടവറിൽ വെച്ച് നടന്നിരിക്കുന്ന കാര്യം അത്. ദൈവം തന്നെ അതിനെ ഡിവൈഡ് ചെയ്തത്. അന്ന് ആളുകൾ എല്ലാവരും ഒരേ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവര് ദൈവം വെച്ചിരുന്ന യൂണിറ്റി അവരുപയോഗിച്ചത് ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നതിന് വേണ്ടി. അപ്പൊ ദൈവം അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ ഡിവൈഡ് ചെയ്തു അല്ലെ. ഒരേ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെ അവിടെ വെച്ചാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ദൈവം യേശുക്രിസ്തു വഴി എന്താ ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്താണോ അന്ന് ബാബേൽ വെച്ച് നടന്നത് അല്ലെ, യേശുക്രിസ്തു വഴി അതിനെ റിപ്പേർട്ട് ചെയ്തിരിക്കുക, അതിനെ തിരിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ യേശുവിലായിരിക്കുമ്പോൾ അവർക്ക് മതമില്ല, വർണ്ണമില്ല, രാജ്യം ഭേദം നിന്നില്ല, ഒന്നുമില്ല. എല്ലാവരും ഒന്ന് തന്നെ യേശുക്രിസ്തുവിൽ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുന്നത്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കട്ടെ. സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ നന്ദി പറയുന്ന കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ എല്ലാവരും ഒന്നായിരിക്കുന്നു കർത്താവേ. പുരുഷനെന്നോ സ്ത്രീയോ ഇല്ല, ജൂതനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ, ഫ്രീയെന്നോ സ്ലേവെന്നോ വ്യത്യാസമില്ലാതെ യേശുവേ അങ്ങയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഹോളി സ്പിരിറ്റ്. ഗോഡിനെ കൊണ്ട് മുതലായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ എല്ലാവരും മനുഷ്യർക്ക് ആടത്തിന്റെ മക്കൾ എല്ലാവരും കർത്താവ് മരിച്ചവരായിരുന്നു. പക്ഷെ കർത്താവെ അങ്ങ് വന്ന് ഞങ്ങളെ അങ്ങയുടേതാക്കിയതായിട്ട് നന്ദി പറഞ്ഞു യേശുവേ. ഇന്നൊരു പുതിയ ജീവിതം, പുതിയ യൂണിറ്റി എല്ലാം തന്നതായിട്ട് നന്ദി പറഞ്ഞു യേശുവിന്റെ നാം തന്നെ. സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ്. പിതാവ് അങ്ങേക്കായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ടും പുത്രനായിട്ട് നന്ദി പറഞ്ഞു യേശുവിന്റെ നാം തന്നെ. ആമേൻ. നമുക്കിന്ന് ജനസസിലേക്ക് പോകാം. ജനസസിന്റെ 11, ഉൽപ്പത്തിന്റെ 11 1 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് നോക്കി. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. ഭൂമിയിലെല്ലാം ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെതാണ്. അല്ല, ദൈവമാണ് യൂണിറ്റി കൊണ്ടുവരുന്നത്. യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ യൂണിറ്റി ഉള്ളൂ. ദൈവത്തിൽ മാത്രമേ ഉള്ളൂ യൂണിറ്റി ഉള്ളത്, അല്ലെ, ഒരു ഐക്യം എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. നമുക്കറിയാം പിശാച് അവനൊരു തരത്തിലുള്ളൊരു യൂണിറ്റി കൊണ്ടൊരു ഫോൾസ് ആയിട്ടുള്ള, ഒരു ഫേക്ക് ആയിട്ടുള്ള യൂണിറ്റി ഉണ്ടെന്ന് കാണിക്കും. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ എല്ലാ പിന്നാമ്പുറങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങളും ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയായിരുന്നു, ഒരേ വാക്കും ആയിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഇത് ആടത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അല്ലെ. അപ്പൊ നോവയെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞിട്ട് നോവയിൽ നിന്ന് പിന്നെ പുതിയ ജനറേഷനെ, പുതിയൊരു ജനതയെ ദൈവം വാർത്തെടുക്കുന്നു. അപ്പൊ അവിടെ ഒരു ഭാഷയേ ഉള്ളൂ, ഒരു വാക്കുമേ ഉള്ളൂ. ദൈവത്തിൻ്റെതാണ് അത്. ഇനി രണ്ടാമത്തെ വാക്കോട്ട്: എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കൊണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അല്ലെ. അപ്പോ ഭൂതലത്തിൽ ഒക്കെയും ഒരേ വാക്കും ഒരേ ഭാഷയും ആയിരിക്കണമെന്നുള്ളതും, മനുഷ്യവർഗം മൊത്തം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്, ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ട്, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ലോകം മൊത്തം വ്യാപിക്കണം എന്നുള്ളത് അല്ലെ. നമ്മൾ ജനസസിലേക്ക് പോകുമ്പോൾ ജനസസിന്റെ ഉൽപ്പത്തിന്റെ 1:28 വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ദൈവം അവരെ അനുഗ്രഹിച്ചു, മനുഷ്യരെ അനുഗ്രഹിച്ചു. ഇതിന് പറഞ്ഞു: നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരെ, അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പെരുകി ഭൂമി മൊത്തം നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിനെയും ആകാശത്തിലെ പറവജാതികളെയും സകല ഭൂചര ജന്തുവിനെയും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പൊ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്, യഹോവയുടെ കൽപ്പനയാണ്: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിരിക്കണം, നിങ്ങൾ എന്താ പറയണേ, പെറ്റി പെരുകി അല്ലെ, നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയിരിക്കാൻ, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന വ്യക്തികളായിരിക്കാൻ, നിങ്ങൾ ലോകം മൊത്തം
മൊത്തം കവർ ചെയ്യണം. ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരിക്കണം നിങ്ങൾ. എന്നിട്ട് ലോകത്തെ നിങ്ങൾ ഭരിക്കണം. അത് ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ മനുഷ്യര് ഒരു ഒരു സിസ്റ്റം പണിയുവാണ്, ഒരു ടവർ പണിയുവാണ്, ഒരു പ്രത്യേക സിറ്റി പണിയുവാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞു, നാം ഭൂതലത്തിലൊക്കെ ചിതറിപ്പോകാതിരിപ്പാൻ. ഭൂതലം മൊത്തം നിങ്ങള് കവർ ചെയ്യാൻ നിങ്ങൾ എല്ലായിടത്തും ഉണ്ടാകണം, ഭൂമി മൊത്തം നിങ്ങൾ ഉണ്ടാകണം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ പറയുക നമ്മൾ ഭൂതലത്തിൽ ചിതറിപ്പോകാതിരിപ്പാൻ, അല്ലെ? അപ്പോ മനുഷ്യർ സൃഷ്ടിക്കുന്നത് ദൈവത്തിന് എതിരാണ്. അപ്പൊ നമുക്കറിയാം മനുഷ്യർ എന്ന് പറയുമ്പോൾ ജഡത്തിന്റെ സ്വഭാവം ദൈവത്തിന് എതിരാണ്, അല്ലെ? ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ വായിച്ചിരിക്കുന്നത് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലുണ്ട്. പിന്നെ റോമയ്ക്കെതിരെ ലേഖനത്തെ 8ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുക ജഡം എന്നുള്ളത് ദൈവത്തിനെതിരാണ്, അല്ലെ? ജഡവും ഹോളി സ്പിരിറ്റ് ഗോഡും ഹാൻഡ് ഇൻ ഹാൻഡ് പോകത്തില്ല. ദൈവത്തിനെതിരാണ് ജഡം എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഭൂമി മൊത്തം എന്താ പറയുക, ഭൂമിയിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയി താമസിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെയല്ല, നമുക്കൊരു പട്ടണം പണിയാം, അതിൻ്റെ അകത്ത് നമുക്കായിരിക്കാം എന്ന് പറഞ്ഞിരിക്കുക. നമ്മള് ഭൂതലത്തിൽ 4ാമത്തെ കുർബാശയിൽ വായിക്കും, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുണ്ടാകണം എന്ന് അവർ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നുള്ളൊരു തുടക്കം അത്, അല്ലെ? നമ്മൾക്കൊരു പേരുണ്ടാകണം, നമ്മൾക്കൊരു പട്ടണം ഉണ്ടാകണം, നമ്മൾ ചിതറിപ്പോകരുത്. നമ്മൾ എന്ന് പറയുന്നിടത്ത് ഉള്ള ഒരു ഐക്യം, അല്ലെ? ഒരു യൂണിറ്റി എന്ന് കാണിക്കുന്നത്, നമ്മൾ എപ്പോഴും ഒന്നായിരിക്കണം. നമുക്കിവിടെ ഒരു ഭാഷ ഒന്നുമല്ലോ. അപ്പൊ ഒരു ഫേക്ക് ആയിട്ടുള്ള ശരിയല്ലാത്ത ഒരു യൂണിറ്റിയെ പറ്റി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ദൈവത്തിനെതിരെ നിൽക്കുന്ന യൂണിറ്റി. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എന്താ പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 17ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു തന്റെ ഗ്ലോറി മനുഷ്യർക്ക് തരും. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് എന്തിനാ? അവര് യൂണിറ്റിയിൽ നിൽക്കാൻ വേണ്ടി, ഒന്നായിട്ട് നിൽക്കുന്നതിന് വേണ്ടി. സ്നേഹിക്കാനാ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളോട്, അല്ലെ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചായിരിക്കും, യൂണിറ്റി ഉണ്ടാകണമെന്ന് ദൈവം അവിടെ പറഞ്ഞിരിക്കും. അപ്പോ 2 തരത്തിലുള്ള യൂണിറ്റിയെ പറ്റി ഇവിടെ കാണിച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിലുള്ള ഒരു യൂണിറ്റി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു യൂണിറ്റിയും, മനുഷ്യൻ തന്റെ ജഡത്തിന് പ്രകാരം ചെയ്യുന്ന ഒരു യൂണിറ്റി, അല്ലെ? അപ്പോ ഇവിടെ ദൈവം ഇനി 6ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയണം, അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. അപ്പൊ ജനം ഒന്നായിരിക്കുക എന്നുള്ളതും ഭാഷ ഒന്നായിരിക്കുക എന്നുള്ളതും ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളതാണ്. അത് തന്നെയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അല്ലെ? അവരെല്ലാവരും ഭാഷ ഒന്ന്, ഇത്രയും അവർ ചെയ്തു തുടങ്ങുന്നു, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് ഇനി അസാധ്യമാകുകയില്ല. അവർ ചെയ്യാൻ എന്താ പറയാ, നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന നല്ല കാര്യത്തെ പറ്റിയില്ല, മോശപ്പെട്ട കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ തന്നെ ദൈവത്തിന്റെ വാക്കിനെതിരായിട്ടാണ് ബാബേൽ ടവർ കെട്ടിയിരിക്കുന്നത്. എന്തിന്? ഞങ്ങൾക്കൊരു പേരുണ്ടാക്കുന്നതിന് വേണ്ടി, ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി, അല്ല? ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ലോകം മുഴുവനും, ഭൂമി മൊത്തം നിങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ താമസിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാകാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ ഒതുങ്ങിക്കൂടാൻ പോവുകയാണ്, ദൈവത്തിനെതിരായിട്ട് നിന്നുകൊണ്ട്, അല്ലെ? ഒരു ടവർ ഉണ്ടാക്കി നമുക്ക് സ്വർഗം വരെ എത്തിപ്പെടണം, നമുക്കൊരു പേരുമാകും, നമുക്കൊരു ഫേമസ് ആകും, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്നതാ ഇതെന്ത് കാണിക്കുന്നത്? ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, അല്ലെ? കണ്ണിന്റെ മോഹം, ജഡത്തിന്റെ മോഹം, ജീവന്റെ ആ ഒരു പ്രൗഢി, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി 1ാമത്തെ യോഹന്നാനില്, അല്ലെ? എപ്പസിന്റെ അകത്ത്, യോഹന്നാൻ എഴുതിയ എപ്പസിന്റെ അകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെ? ഇങ്ങനെ കണ്ണിന്റെ മോഹം, എന്താ പറയുക, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, പ്രൈഡ് ഓഫ് ദ ലൈഫ് ആൻഡ് ലസ്റ്റ് ഓഫ് ദ ഐ, അത് ദൈവത്തിൽ നിന്നും ഉള്ളതല്ല. ഈ ലോകത്തെ പറ്റിയുള്ള സ്നേഹവും അത് ദൈവത്തിൽ നിന്നും ഉള്ളതല്ല എന്ന് ദൈവം നമുക്ക് എഴുതിയിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്ററിന്റെ 15ഉം 16ഉം വാക്കുകളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 7ാമത്തെ വാക്ക്, വരുവിൻ നാം അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതു അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്താൽ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളയുക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു, അവൻ പട്ടണം പണിയുന്നതും വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെ ഭാഷ യഹോവ അവിടെ വെച്ചു കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്ന് പേര്. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. അപ്പൊ ഭൂതലത്തിലേക്ക് അവരെ എല്ലാം എന്താ പറയുന്നത്, ചിഹ്നിച്ചെതിറി വിടുക എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം ആണ്. പക്ഷെ ഭാഷ വേറെ ആയിരിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഉള്ള കാര്യമായിരുന്നില്ല. അപ്പൊ ദൈവം, നമുക്കറിയാം, യേശുക്രിസ്തു വഴി ചെയ്യുന്നത് ഒരു കാര്യമാണ്,
അല്ലെ? അപ്പൊ ഒരു കാര്യം ഇങ്ങനെയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. എബ്രഹാമിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ എബ്രഹാം എന്നുള്ള ഒരു വ്യക്തിനെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ ഒരു രാജ്യമാക്കി തീർക്കുകയും അല്ലെ? അദ്ദേഹം വിശ്വാസത്തിന്റെ പിതാവാണ്. അങ്ങനെ അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ എല്ലാവരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പാട്ടാകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവിടെ എന്താ പറയുക, ബാബേലിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം ഇവിടെ തിരിച്ചു തന്നിരിക്കുകയാണ് അല്ലെ? നമ്മൾ പലതരത്തിലുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന വ്യക്തികളായി പോയിരുന്നു. നമ്മൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലും എന്താ പറയണേ, നമ്മൾ അന്യരെ പോലെ ആയിപ്പോയിരുന്നത്. പക്ഷെ ദൈവം ഇവിടെ നമ്മൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിരിക്കുക. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തി, വിശ്വസിക്കുന്ന വ്യക്തികളെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് അന്ന് ബാബേലിൽ വെച്ച് ദൈവം ഭിന്നിപ്പിച്ച് കളഞ്ഞതിനെ യേശുക്രിസ്തുവിൽ എല്ലാത്തിനെ തിരിച്ചെടുത്തിരിക്കുവാണ്. ബാബേലിൽ വെച്ച് ദൈവം ചെയ്ത കാര്യത്തെ അത് റിവേർട്ട് ചെയ്തിരിക്കുവാണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബാബേലിന്റെ കാര്യത്തിൽ അവിടെ ആൾക്കാർക്ക് ഒരു ഭാഷ ഉണ്ടായിരുന്നു അല്ലെ? ഭാഷ ഒന്നാണ്. അതാണ് അവരെല്ലാം മനുഷ്യർ ഒന്നാണ്, ഭാഷ ഒന്നാണ് അല്ലെ? അപ്പൊ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എങ്ങനെ പറയാ, ഗലാത്യന്റെ 3-ൽ പറയാ, 26-28 വരെയുള്ള വാക്കുകൾ പറയാ, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനും ഒന്നില്ല, ദാസനും സ്വതന്ത്രനും ഒന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. 29-ാമത് വാക്കൂടെ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു അല്ലെ? അപ്പൊ എങ്ങനെയാ പറഞ്ഞേക്കുന്നേ, നിങ്ങൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ അബ്രഹാമിന്റെ അതേ വിശ്വാസത്തിൽ അല്ലെ, യേശു നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ഒരു കുടുംബത്തിന്റെ പാട്ടാണ്. അവിടെ കൊണ്ട് ദൈവം നിർത്തിയില്ല. ക്രിസ്തുവിനോട് ചേരുവ സ്നാനയേറ്റവും ക്രിസ്തുവിനെ ധരിച്ചുമിരിക്കുന്നു. നിങ്ങൾ കുടുംബത്തിന്റെ ഒരു പാട്ടാണ്. ഒരു കുടുംബത്തിന്റെ പാട്ടായിരിക്കുമ്പോൾ എന്റെ വീട്ടിൽപ്പെടുന്നവരെല്ലാം ഞാൻ ഏത് ഭാഷ സംസാരിക്കുന്നു ആ ഭാഷ സംസാരിക്കുന്നു. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു, എന്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം മലയാളം സംസാരിക്കുന്നത് അല്ലെ? അപ്പൊ എന്റെ വീട്ടിലുള്ളവരൊക്കെ വിദേശത്തൊക്കെ ഉള്ളവർ, അമേരിക്കയിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും എന്താ പറഞ്ഞ അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാം മലയാളം പഠിപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട് അല്ലെ? അപ്പൊ ക്രിസ്തുവിന്റെ വിശ്വാസത്തെ എല്ലാവരും ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു. മക്കളെല്ലാരും പറയുന്ന ഒരു ഭാഷ ഒന്ന് തന്നെയാണ് അല്ലെ? ആ ഭാഷ ഏത്? വിശ്വാസത്തിന്റെ ഭാഷ, ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന വിശ്വാസത്തിന്റെ ഭാഷയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ യേശുക്രിസ്തുവിനോട് ചേരാൻ സ്നാനം ചെയ്തിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ഒരു കുടക്കീഴിൽ കൊണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവം ചെയ്തത്. ക്രിസ്തുവിനോട് കൂടി ചേരുവാൻ വേണ്ടി സ്നാനയേക്കുകയും നമ്മൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരായിരിക്കും. നമുക്ക് ഭാഷ ഉണ്ടാക്കി തന്ന വിശ്വാസം എന്ന ഭാഷ, ഹോളി സ്പിരിറ്റ് ഗോഡിലുള്ള വിശ്വാസം എന്ന ഭാഷയിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അത് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരെയും യുണൈറ്റഡ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ധരിക്കാനായിട്ട് ഒരൊറ്റ വസ്ത്രം കൂടെ തന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ യേശുക്രിസ്തു എന്നുള്ള വസ്ത്രം തന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഹോളി സ്പിരിറ്റ് ഗോഡ് അയക്കുന്ന വ്യക്തി, ഞാൻ വിശ്വാസം എന്നുള്ള ഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെ ഭാഷ സംസാരിക്കുക. നമ്മൾ രണ്ടുപേരും ഒരേപോലെ വസ്ത്രം ധരിച്ചിരിക്കും, നമ്മൾ ഒന്നാണ് അല്ലെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ യഹൂദനില്ല, യവനില്ല, ദാസനില്ല, സ്വതന്ത്രനില്ല, ആണും പെണ്ണും ഒന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ് അല്ലെ? അപ്പൊ ബാബേലിൽ നടന്ന കാര്യം ദൈവത്തിൽ തന്നെ ഇവരെ ഡിവൈഡ് ചെയ്ത് വിടേണ്ടി വന്നു. കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മനസ്സിന്റെ പൈശാചിക ഈവൾ കൊണ്ട് അല്ലെ, ഹാർഡ്നെസ് കൊണ്ട്, ഒരു കട്ടി കൊണ്ട്, മനസ്സിന്റെ കട്ടി, ദൈവത്തിന് എതിരായിട്ട് നിൽക്കാനുള്ള ത്വര കാരണം അല്ലെ, അത് ദൈവത്തിന് എതിരായിട്ട് നിന്നു എന്നുള്ള കാരണം ദൈവം അവരെ ഡിവൈഡ് ചെയ്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വിട്ടെങ്കിലും ഇന്ന് നമ്മളെല്ലാവരും ലോകത്തിന്റെ പല ഭാഗത്താണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന്റെ കീഴിലുള്ളവരാണ്, ഒരേ ഭാഷ, വിശ്വാസം എന്ന ഭാഷ സംസാരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആലയങ്ങളാണ്. നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് അല്ലെ? അപ്പൊ അതാണ് ലോക ആരംഭം തൊട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നത്
അല്ലെ? ഒരേ എല്ലാവരും ഒരേ കുടുംബത്തിലായിരിക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ രാജ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ എബ്രഹാമിന്റെ എബ്രഹാമിന് എബ്രഹാം എന്നൊരു വ്യക്തിനെ ഈ ലോകത്തിന് സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഒരു നേഷനാക്കി തീർത്തു, രാജ്യമാക്കി തീർത്തു. ആ രാജ്യത്തിന്റെ പാർട്ടായിട്ട് നമ്മളെ എല്ലാവരെയും കൂടെ അത് ദൈവം കൂടിച്ചേർത്തിരിക്കുന്നു യേശു ക്രിസ്തുവിൽ. അല്ലെ? യേശു ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. അപ്പൊ ഈ ലോകത്തിന്റെ എന്താ പറയുക, ലോകത്തുള്ള ഈ സിസ്റ്റത്തിന്റെ അല്ലെ, ലോക സിസ്റ്റത്തിന്റെ ഒരു തുടക്കമാണ് ബാബേൽ കാണിച്ചതെങ്കിൽ യേശുക്രിസ്തുവിൽ നടന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബാബേൽ എന്ത് നടന്നു അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ബാബേല് ദൈവം ഡിവൈഡ് ചെയ്ത് വിട്ടു. പല ഭാഷ നീ സംസാരിക്കുക അല്ലെ, നീ ലോകത്തിന്റെ അറ്റത്തോളം പോയി താമസിക്കും. ലോകത്തിന്റെ അറ്റത്തോളം നമ്മൾ പോയി താമസിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളൂ. പല ഭാഷ സംസാരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ യേശുക്രിസ്തുവിലായപ്പോ ഒരു ഭാഷ സംസാരിക്കുന്ന വ്യക്തികളായി, സ്പിരിച്വലി ഒരു ഭാഷ സംസാരിക്കുന്ന വ്യക്തികളായി, യേശുക്രിസ്തുവിനെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന വ്യക്തികളായി അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ യേശുക്രിസ്തു നമ്മളുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്നു, ഉള്ളിലും അവൻ, പുറത്ത് നമ്മൾ ധരിച്ചിരിക്കുന്നു അവൻ. നമ്മൾ സംസാരിക്കുന്ന ഭാഷയും വിശ്വാസം എന്നുള്ള ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ, നിമറോട് വഴി സംഭവിച്ച കാര്യത്തെ ദൈവം ഇവിടെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. പുതിയ ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ ഉള്ളിലുള്ള ഒരു ലോകവും അല്ലെ, പുതിയത് ദൈവം ഒന്ന് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ആ സൃഷ്ടിയുടെ ഒപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവം അല്ലെ. അപ്പൊ എന്താണോ ബാബേലിൽ നടന്നത് അത് എന്താ പറയുക, അത് തിരികെ ചെയ്ത് യേശുക്രിസ്തുവിൽ അല്ലെ. നഷ്ടപ്പെട്ടു പോയാലും വീണ്ടെടുക്കുക ചെയ്ത് യേശുക്രിസ്തുവിൽ അല്ലെ. ദൈവത്തോട് റിബലിയസ് ആയിട്ട് ദൈവത്തിനെതിരായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് എന്താ പറയാ, ബാബേൽ ടവർ പണിത ആൾക്കാര്, ഗോപുരം പണിത ആൾക്കാര് ഇന്ന് അങ്ങനെയല്ല. ദൈവമേ അങ്ങയുടെ കാലിന്റെ കീഴിൽ ഇരുന്നാൽ മതി. യേശുക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൽ യഹോവയെ വാഴ്ത്തുന്ന ആക്കി തീർത്തിരിക്കുക അല്ലെ. ഒരു കൂട്ടം ആൾക്കാര് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് എതിരായിട്ട് ഒരു എന്താ പറയാ ടവറൊക്കെ പണിതിട്ട് ഫേമസ് ആകാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് ദൈവമേ അങ്ങ് മാത്രം ഫേമസ് ആയി മതി, ഞങ്ങൾ ഫേമസ് ആകേണ്ട കാര്യമില്ല. അങ്ങയുടെ പേര് മാത്രം എല്ലാ മനുഷ്യരും കേട്ടാൽ മതി, ഞങ്ങൾക്ക് ഒരു ടവറിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അങ്ങയിലെ ഹിഡനാണ്, ഞങ്ങൾ അങ്ങയിലെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നവരാണ്, ഞങ്ങൾ അങ്ങയിലായിരിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാര് ദൈവത്തിന് വേണ്ടി വാർത്തെടുത്തിരിക്കുന്ന ദൈവം യേശു ക്രിസ്തുവിൽ ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മളുടെ വെറും വീണ്ടെടുപ്പ് മാത്രമല്ല നടന്നിരിക്കുന്നത് യേശു ക്രിസ്തുവില്. നമ്മളെ അന്ന് ബാബേൽ ടൗണിൽ വെച്ച് നമുക്ക് എന്ത് പറ്റും, മനുഷ്യവർഗത്തിന് എന്ത് പറ്റും, അതിനെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ, ഡിവൈഡ് ചെയ്ത് പോയതിനെ ദൈവം കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ യേശു ക്രിസ്തു ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്നവൻ അങ്ങ് കർത്താവെ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഉണ്ടായിരുന്ന കർത്താവിനോട് അങ്ങയുമായിട്ടുള്ള സൗഹൃദം, കർത്താവെ അങ്ങയുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം, പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ തിരിച്ചങ്ങ് തന്നിരിക്കുന്ന യേശു ക്രിസ്തു കർത്താവിനോട് ഫാദർ, താങ്ക് യു ജീസസ് മസ്റ്റ്. ഞങ്ങളെ വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു കർത്താവെ. തിരിച്ച് ഞങ്ങൾ കുടുംബത്തിലാക്കി വെച്ചതിന് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് ഒരു ഭാഷ സംസാരിക്കാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മസ്റ്റ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മസ്റ്റ്. യേശുനാമത്തിനാമേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷ യേശുനാമത്തിനാമേ. കേട്ടതിന് നന്ദി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.